PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കണേ. മാത്സ് സർക്കിൾസ് പാഠം കേട്ടോ. സർക്കിൾസ് ആണ്. അപ്പൊ സർക്കിൾസിലെ പേജ് നമ്പർ 54 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അടുത്ത് നമ്മൾ പറയുന്നത് സർക്കിൾസ് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അവർ പറയുന്ന രീതിയിൽ ആംഗിൾസ് വരച്ച് 2 ക്വസ്റ്റ്യൻ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ തേർഡ് ക്വസ്റ്റ്യനിലെ 2 എണ്ണം ചെയ്തു കഴിഞ്ഞു. ഇനി അതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ അതർ ആംഗിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം മലയാളം പഠിക്കുന്നത് നോക്കാട്ടോ. മറുഭാഗത്തെ കോണുകളുടെ പകുതി. ഒരു ഭാഗത്തെ കോൺ മറുഭാഗത്തെ കോണിന്റെ പകുതി. ഒരു ആംഗിൾ പകുതി ആവണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ റഫ് ഫിഗർ വരച്ചു നോക്കാം. ഈ റഫ് ഫിഗറിൽ നോക്കാം. ഒരു ആംഗിൾ ഇവിടേക്ക് വരച്ചാൽ ഇത് എന്തായിരിക്കണം? ഇതിന്റെ പകുതി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് 2x ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? x ആവണം. എന്ന് വെച്ചാൽ പകുതി ആവണം. പക്ഷെ നമുക്ക് ഈ അറ്റത്തെ ആംഗിൾ വരയ്ക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് സെൻട്രൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇങ്ങോട്ട് വരയ്ക്കാം. നോക്കാം. സെൻട്രൽ ആംഗിൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ എത്രയായി? 4x ആയി ഇല്ലേ? കാരണം ഇതിന്റെ ശിഷ്ടചാപത്തിന്റെ ഇരട്ടി ഇവിടെ ഉള്ളതിന്റെ ഇരട്ടി ഇവിടെ. അപ്പൊ ഇവിടെ എത്രയായി? 2x ആയി. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ റഫ് ഫിഗറില് സെന്റർ ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാണ്. സെന്റർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആംഗിള് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? x/2 അല്ലെ. ഈ ആംഗിൾ നമ്മൾ y കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? y/2 പകുതിയാണ്. അങ്ങനെയല്ലേ വേണ്ടത്? പക്ഷെ നമുക്ക് വേണ്ടത് ചോദ്യം അതല്ല. ചോദ്യം പറയുന്നത് ഇതും ഇതിന്റെ ഇരട്ടിയാണ് ഇത് വേണ്ടത്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിന്റെ 2 ഭാഗമാക്കാം നമ്മൾ. എന്ന് പറഞ്ഞാൽ ഒരു ആംഗിള് x ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഇത് x ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 2x. അങ്ങനെയാണ് സെൻട്രൽ ആംഗിൾ ശരിയാക്കി നമ്മൾ. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് വരയ്ക്കാനായിട്ട് നോക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൻട്രൽ ആംഗിളില് ഒരു ആംഗിളിന്റെ ഇരട്ടി. അപ്പൊ അതിന്റെ ശിഷ്ടചാപം അങ്ങനെ തന്നെ വരും ഇല്ലേ? ഇത് x ആണെങ്കിൽ ഇവിടെ x ആണ്. അപ്പൊ ഇതിന്റെ എത്രയാ വരാം നമുക്ക്? x/2 അല്ലെ. ഇത് 2x ആണ്. അപ്പൊ ഇവിടേക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? x ആയിരിക്കും. അപ്പൊ നോക്കി, നമ്മളിപ്പോ വരച്ചത് ശരിയായില്ലേ? ഈ ആംഗിളിന്റെ പകുതിയാണിത്. അതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ഒന്നും കൂടി വായിക്കാം. ഓൾ ദ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഹാഫ് ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് അതർ. ഒരു ഭാഗത്തുള്ളതിന്റെ ഇതൊരു ഭാഗത്തുള്ളത് x ആണെങ്കിൽ ഇത് x/2 ആയിരിക്കും. അതിന് നമ്മൾ ആദ്യം സെൻട്രൽ ആംഗിൾ വരയ്ക്കണം. സെൻട്രൽ ആംഗിൾ ഇത് x കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി 2x ആണെന്ന് വന്നു. പക്ഷെ ഈ x എന്താണെന്ന് കിട്ടേണ്ടത്? നമുക്ക് x നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ റഫ് ഫിഗറിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് x ആണെങ്കിൽ ഇത് x/2 പകുതി ആവണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി നമ്മൾ x ആണ്, ഇതിന്റെ ഇരട്ടി 2x ആണ്. അപ്പൊ നടുക്കുള്ളത് 360. അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ x പ്ലസ് 2x ഇതാണ് കേട്ടോ. x പ്ലസ് 2x. ആദ്യം സെൻട്രൽ ആംഗിൾ ശരിയാക്കേണ്ടത്. x-ഉം 2x-ഉം കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്കറിയാം. സെൻട്രൽ ആംഗിൾ, ഒരു സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 360 ഡിഗ്രി. ഇത് 360 ഡിഗ്രി ആണ്. ഇത് കൂട്ടി വെക്കേ. 2x-ഉം x-ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 3x ആണ് 360. Then x is equal to 360/3. 36 എത്ര പ്രാവശ്യം? 1 അല്ലെ. 6 2 0. അപ്പൊ നമുക്ക് കിട്ടി x എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 120. x 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കണം? അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇപ്പൊ എത്ര വേണമെന്ന്? ഇത് 120 ആണെങ്കിൽ ഇത് 2x ആണ്. 2x എന്ന് പറയുമ്പോ 120ന്റെ ഇരട്ടി 240 ആണ്. കിട്ടിയില്ലേ? അപ്പൊ ഇനി നമ്മൾ വരയ്ക്കാൻ പോവാണ് കേട്ടോ. നിങ്ങള് ആദ്യം തന്നെ ഒരു സർക്കിൾ വരച്ചിട്ട് സർക്കിളിലെ ഒരു റേഡിയസ് അല്ലെങ്കിൽ അത് ഏതാ വരയ്ക്കുക? ഞാൻ പറഞ്ഞു നേരത്തെ എപ്പോഴും 240 വരയ്ക്കുന്നതിൽ നമുക്ക് എളുപ്പം 120 ആണ് അല്ലെ. കാരണം പ്രൊട്രാക്ട് വെച്ച് 240 വരയ്ക്കുന്നതിൽ നല്ലത് ഇവിടെ ഇത് വരച്ചിട്ട് 120 ഇങ്ങനെ വരച്ചു. കിട്ടിയില്ലേ? ഇതെല്ലാവർക്കും വരയ്ക്കാൻ കിട്ടും. വെറുതെ വരയ്ക്കരുത് കേട്ടോ.
പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 120. ഇത് 120 ഡിഗ്രി ആണ്. ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇനി നമുക്ക് എഴുതിയാൽ മതി, കാരണം 360 ആണ് ടോട്ടലേക്ക് അറിയാം. അത് 120 ആണെങ്കിൽ ഇത് എത്രയാണ്? 240. ഇത് 240 ഡിഗ്രി. മനസ്സിലായോ? ഇനിയാണ് നമുക്ക് ആംഗിൾസ് വരയ്ക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഈ ചാപത്തിലെ പേര് കൊടുക്കാം AB, ഇവിടെ C, ഇവിടെ D കൊടുക്കുകയാണെങ്കിൽ ADB എന്ന് പറയുന്ന ചാപത്തിലേക്ക് എവിടേക്ക് വരച്ചാലും എത്രയായിരിക്കും ആംഗിൾ? ADB എന്ന് പറയുന്ന ചാപത്തിൽ ADB ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ചാപം? ഇവിടത്തെ ഈ ആർക്കിന്റെ ACB എന്ന് പറയുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെ, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് മറുചാപമാണ്. ഈ മറുചാപത്തിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ എല്ലാം ഇത് 120 ആണെങ്കിൽ അതിന്റെ പകുതി എത്രയാ? 60. ഇനി ഈ ആർക്ക് എടുക്കുക, ADBയുടെ സെന്റർ ആംഗിൾ 240 ആണ്. അപ്പൊ അതിന്റെ മറുചാപം നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളതിലേക്ക് എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ 240ന്റെ പകുതി. 240ന്റെ പകുതി എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾസ് ഒന്ന് നോക്കി വെക്കാം. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120. എന്താ നമ്മുടെ ചോദ്യം? ഒരു ആംഗിളിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഈ ആംഗിളിന്റെ പകുതി. കിട്ടിയില്ലേ? നമ്മുടെ ചോദ്യം കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ? ആദ്യം നമ്മൾ എന്താ ചെയ്തത്? സെന്റർ ആംഗിൾ ശരിയാക്കാണ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം അതിൽ തന്നെ, all the angles of one part 1.5 times of the angles of other. ഇതേപോലെ തന്നെ ചെയ്യുന്ന കണക്കാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നെ റഫ് ഫിഗർ ശരിയാക്കാം. റഫ് ഫിഗറിൽ പറയുന്നത് രണ്ട് ഭാഗമാക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കാണ് all angles on one part 1.5 times of the other angle. ഒരു ഭാഗത്തുള്ള എല്ലാം മലയാളം എടുക്കുന്ന നോക്കാം. ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇത് x ആണെങ്കിൽ ഇത് എത്രയാണ്? ഇതെത്രയാ? 1.5x ആണ്. 1.5 ടൈംസ് 1.5 ടൈംസ് ആണ്. ഇത് x ആണെങ്കിൽ ഇത് 1.5x ആണ്. ആംഗിൾസ് അങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സെൻട്രൽ ആംഗിൾ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ കൂട്ടിക്കോ. ഇവിടെ എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരും? x പ്ലസ് 1.5x അല്ലെ ഇസിക്കൽ ടു എത്ര വരണം? 360. എളുപ്പമല്ലേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ? കാരണം കുറെ കണക്കിങ്ങനെ ആവർത്തിച്ചു വരുന്നു. അപ്പോ x പ്ലസ് 1.5x. 1.5xനെ നമ്മളിത് ശരിയാക്കും. 1.5x എന്ന് പറഞ്ഞാൽ എന്താണ്? x പ്ലസ് 1.5 1 × 2 2 പ്ലസ് 1 3/2x ഇസിക്കൽ ടു ആണ് 360. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ അടിയിൽ 1 ഇട്ട് കൊടുത്തു. 1 × 2 എത്രയാ? 2 × 1. ഞാൻ പറഞ്ഞു എപ്പോഴും ഈ വസ്തു ഇങ്ങോട്ടാണ് ഇൻറ്റു ചെയ്യാം കേട്ടോ. ആദ്യം ഇതിന്റെ ന്യൂമറേറ്റർ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 2x പ്ലസ് 1 × 3x ഇവിടെ 3x ബൈ 1 × 2 2 ഇസിക്കൽ ടു ആണ് 360. അപ്പൊ 2x പ്ലസ് 3x എത്ര കിട്ടി? 5x ഇസിക്കൽ ടു ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയി 360 × 2 720 കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് കിട്ടിയത്. അപ്പൊ 5x 720 ആണെങ്കിൽ x ഇസിക്കൽ ടു 720നെ നമ്മൾ എത്ര കൊണ്ട്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വർഷം എന്നൊക്കെ? 1 5ല് ബാക്കി 2 22ല് 5 × 4 4 5 20 ആണ്. ബാക്കി 2 അപ്പോ വീണ്ടും 4 4 5 20. അപ്പൊ 144 ആണ് കിട്ടുന്നത്. അപ്പോ x എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇവിടെ എത്ര വരണം? 144 വരയ്ക്കണം. ബാക്കിയുള്ളത് 1.5x ആണ് എന്ന് പറഞ്ഞാൽ 144 ഇൻറ്റു ചെയ്യണതില്ല കേട്ടോ. ബാക്കിയുള്ളത് അത് ഭാഗം വരും നിങ്ങൾക്ക്. ഇവിടെ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. 144x അല്ലെ ഇൻറ്റു എത്രയാണ്? 3/2 വെട്ടിപ്പോയില്ലേ? 72 × 3 നമുക്ക് കിട്ടും ബാക്കിയുള്ളത്.
പക്ഷെ ഇവിടെ അത് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ശരിയാക്കാം. ഇനി ഒരു സർക്കിൾ വരയ്ക്കാം. ഇതുപോലെ തന്നെ ഒരു സർക്കിൾ വരച്ചു. നമ്മൾ സർക്കിൾ വരച്ചിട്ട് സെൻട്രൽ ആംഗിളിനെയാണ് ആദ്യം ഭാഗിക്കുന്നത് കേട്ടോ. കാരണം പറഞ്ഞത് ഒരു സൈഡിലുള്ള ആംഗിളിന്റെ 1.5 മടങ്ങ് അടുത്ത സൈഡിലെ ആംഗിൾ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ആംഗിൾ അതുപോലെ തന്നെ ആക്കുകയാണ് അല്ലെ. നേരത്തെ കണക്കിൽ നമ്മൾ ചെയ്ത് കാണിച്ചതല്ലേ, 1x 2x അല്ലെങ്കിൽ സെൻട്രൽ ആംഗിളിനെയാണ് നമ്മൾ x+2x. കാരണം അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെൻട്രൽ ആംഗിൾ സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തി ഒരു റേഡിയസ് അടയാളപ്പെടുത്തി അതിൽ നിന്ന് എത്ര ഡിഗ്രിയാ 144 ഡിഗ്രി അടയാളപ്പെടുത്താം. 144 കേട്ടോ. ഈ 144 ഇവിടെ വേണ്ടത്. ഇത് 144 ആണെങ്കിൽ ബാക്കിയുള്ളത് ഇത് x ആണെങ്കിൽ ബാക്കിയുള്ളത് എത്ര കിട്ടും? 360 മൈനസ് ചെയ്യാം അല്ലെ. ഒന്നില്ലെങ്കിൽ മൈനസ് ചെയ്യാം. 360 144 മൈനസ് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ 144 ഇൻറ്റു ഇത്. അപ്പൊ 360 മൈനസ് 144 എത്ര കിട്ടുന്നത്? 10 6 5 1 216. 216 ഈ ആംഗിള് കിട്ടുന്നത് അല്ലെ. ഈ ആംഗിൾ നമുക്ക് 216 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ വരയ്ക്കുകയാണ്. എങ്ങനെയാ വരയ്ക്കാം? ഇതെങ്ങനെയാ വരയ്ക്കേണ്ടത്? സെന്റർ ആംഗിളാ നോക്കേണ്ടത് തന്നിരിക്കുന്നത് കേട്ടോ. ഇത് 144 ഇത് 216 കിട്ടി. പക്ഷെ നമ്മൾ ഇനി അതിൽ നിന്ന് കോംപ്ലിമെന്റ് ആർക്കിലേക്ക് ഈ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് മറുചാപത്തിലേക്ക് എ ബി എന്ന് പറഞ്ഞ ഈ ചാപത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് 144 ആണ് അല്ലെ. സെന്റർ ആംഗിൾ 144 ആണെങ്കിൽ ആ പോയിന്റിന് ഈ വശത്തേക്ക് വരുന്ന മറുചാപത്തിലേക്ക് വരയ്ക്കുന്ന ഈ ആംഗിൾ അതിന്റെ പകുതി 144ന്റെ പകുതി എത്രയാ? 72. ഇനി ഇവിടെ ഇത് 216 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 216ന്റെ പകുതി അല്ലെ. 216ന്റെ പകുതി വെട്ടി കുറച്ച് നോക്കിയേ. 2ല് 1 പോകുമോ? 1 പോയില്ല. അപ്പൊ നമ്മൾ 0 ഇട്ട് കൊടുത്തു. 16 8 108. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 72 ആണെങ്കിൽ ഇത് എത്ര കിട്ടി? 108. മനസ്സിലായോ? ഇത് x 72 ആണെങ്കിൽ അതിന്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 72ന്റെ 1.5 ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 100 ഇത് 72 ആണെങ്കിൽ അതിന്റെ 1.5 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അടുത്ത കണക്ക്. അടുത്ത ചോദ്യം ആ സെറ്റിൽത്ത കണക്കുകൾ കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു കമ്പി 2ആയിട്ട് മടക്കി അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം അതിന്റെ ഉള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ആ വൃത്തത്തിലെ എത്ര ഭാഗമാണ് അതിന്റെ ഉള്ളിലേക്ക് വരിക? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, പക്ഷെ ചോദ്യം പറയുമ്പോൾ കുറെ ഉണ്ടെന്നുള്ളൂ കേട്ടോ. ശരിക്കും കേട്ടോ. എ റോഡ് ഒരു കമ്പി bent into an angle is placed in the corner of the at the center of the and its corner is at the center of the circle and it is found that 1/10 of the circle. ഒരു സർക്കിൾ, ഈ സർക്കിളിലെ ഒരു കമ്പിനെ നമ്മൾ എടുത്തു. എന്നിട്ട് അതിലിങ്ങനെ വളച്ചപ്പോ ഈ ഭാഗം കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെക്കുകയാണ്. ഈ കമ്പീനെ എടുത്ത് വളച്ചതൊക്കെ ഇങ്ങനെ നീളത്തിലുള്ള ഒരു കമ്പീനെ നമ്മൾ ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഈ സർക്കിളിന്റെ സെന്ററിൽ കൊണ്ടുവന്ന് വെച്ചു. സെന്ററിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഈ സർക്കിളിന്റെ 1/10 ഭാഗമാണ്. മനസ്സിലായോ? ചോദ്യം സിമ്പിൾ ആണ്. of the circle lies within it. ഇതിന്റെ ഉള്ളില് ഈ കമ്പി കഷ്ണം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇതിന്റെ ഉള്ളിൽ വന്ന സർക്കിളിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ 1/10 ഭാഗമാണ്. If it is placed within the corner of another circle, എന്നിട്ട് ഇത് തന്നെ നമ്മളോട് പറയാണ്, ഈ കമ്പി തന്നെ കേട്ടോ, ഇത് എടുത്തു കൊണ്ടിട്ട് ഇവിടെ ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെക്കാം.
ഇവിടെ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇത് എത്രയാണെന്ന്, ഈ കമ്പി ഉള്ളിൽ പെട്ടിരിക്കുന്ന ഈ സ്ഥലം, place within the corner on another circle, what part of the circle would be within it? അപ്പൊ അത് എത്ര ഭാഗമായിരിക്കുമെന്ന് എന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 1/10 ആണ്, ഇത് 1/10 ആണ്. അപ്പൊ ഇത് എത്രയായി? ഈ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ 1/10 എത്രയാണെന്ന് നോക്കണം കേട്ടോ. ടോട്ടൽ ഇതൊരു സർക്കിളിന്റെ ഞാൻ പറഞ്ഞ എത്രയാണെന്ന് 360. ആ 360ന്റെ 1/10 ഭാഗം ഇവിടെ വന്നെങ്കിൽ ഈ ചുറ്റളവിന്റെ 1/10 ഭാഗമാണെങ്കിൽ സെന്റർ ആംഗിളിന്റെയും 1/10 ഭാഗമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ 1/10 ഭാഗം കാണണമെങ്കിൽ അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി? 36 ഡിഗ്രി. മനസ്സിലായോ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇത് 1/10 ആണെന്ന്, ഇത് 1/10 ആണെങ്കിൽ സർക്കിളിന്റെ 1/10 ഭാഗം ഇതിന്റെ ഉള്ളിൽ. അപ്പൊ കേന്ദ്ര കോണിന്റെ 1/10 ഭാഗമാണ്. അതാണ് നമ്മൾ 360ന്റെ 1/10 ഭാഗം. കിട്ടിയില്ലേ? അപ്പൊ ഇത് 36. ഇനി ഈ കമ്പിനെ അങ്ങനെ തന്നെ എടുത്തോളം നമ്മൾ ഇവിടെ വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കമ്പി വളച്ചേക്കുന്നത് ഇപ്പൊ എത്ര ഡിഗ്രിയാന്ന് നമുക്ക് കിട്ടി? 36 ഡിഗ്രി അല്ലെ? ഇത് 36 ആണ്. ഇനി ഈ വശം കാണണമെങ്കിൽ എത്രയായിരിക്കും? ഇതിന്റെ സെൻട്രൽ ആംഗിൾ കാണണം. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇത് 36 ആണ്. നോക്കിയേ, ഈ ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരച്ചിരിക്കുന്നത് മറുചാപത്തിലേക്ക് വരച്ചിരിക്കുന്നത് 36 ആണെങ്കിൽ അതിന്റെ കേന്ദ്രകോൺ ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 × 2 എത്ര കിട്ടി? 72 ഡിഗ്രി അല്ലെ? 36 × 2 എത്രയാണ്? 72 ഡിഗ്രി. ഈ 72 ഡിഗ്രിയാണ് ഇവിടെ. ഇത് വരയ്ക്കാനല്ല കേട്ടോ, നമ്മളോട് കണ്ടുപിടിക്കാൻ റഫ് ചെയ്ത് നിങ്ങൾ വരച്ചാൽ മതി. അപ്പൊ ഇത് 72 ഡിഗ്രിയാണ്. ഈ 72 ഡിഗ്രി ഇതാണെങ്കിൽ നമ്മളോട് ചോദ്യം അതല്ല, ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ വശം എത്രയാണെന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ പറഞ്ഞ അതേ തീയതി തിരിച്ചു കൊണ്ടുവരാണ്. ഒരു സർക്കിളിനെ ചുറ്റളവ് 2πrന്റെ എത്ര ഭാഗമാണോ ഇത്, അത് തന്നെയാണ് സെന്റർ ആംഗിളിന്റെ നമ്മൾ പറഞ്ഞു 360ന്റെ എത്ര ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1/10 360ന്റെ കണ്ടത്. അപ്പൊ ഇവിടെ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഈ ഉള്ളിൽ പെട്ടിരിക്കുന്നതെന്ന് കാണാൻ ഇത് എന്ത് കണ്ടാൽ മതി? 360ന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 72/360. ഈ ഭാഗം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ ഭാഗം കിട്ടാൻ എന്താ ചെയ്തത്? 360 × 1/10 ആണ് ചെയ്തത്. അപ്പൊ നമുക്ക് കിട്ടി ഇത് 36 ആണെന്ന് കിട്ടി. അപ്പൊ ഇത് 36 ആയപ്പോ നമുക്ക് ഇവിടെ കിട്ടി എത്രയാണ്? 72. ഇനി ഇത് 36, 360ന്റെ എത്ര ഭാഗമാണ് ഈ 72 എന്ന് നമ്മൾ കാണണമെങ്കിൽ 72/, എത്ര എഴുതുന്നത്? 1/5 ഭാഗം അല്ലെ? ഈ 1/5 ഭാഗമാണ് ഇത് സർക്കിളിന്റെ ഇതിന്റെ ഉള്ളില് പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? കിട്ടിയോ എല്ലാവർക്കും? ഒന്നും കൂടി ഇത് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാട്ടോ. ചോദ്യം ഇത്തിരി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നെങ്കിൽ എളുപ്പമുള്ള കണക്കാ, ചെയ്യാനും വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മളോട് പറയുന്നത് ആദ്യം ഒരു സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ സർക്കിൾ വരച്ചു വെച്ചിരുന്നു. എന്നിട്ട് പറയാണ് ഒരു കമ്പിയുടെ കഷ്ണം എടുക്കാൻ പറഞ്ഞു. നമ്മൾ സാധാരണ നിങ്ങൾ വീട്ടിലൊക്കെ വെച്ച് നോക്കിക്കോ, ഒരു കമ്പി എടുത്ത് നമ്മൾ വളച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വളച്ചെടുത്തില്ലേ? ഈ ഒരു കമ്പിയിലെടുത്ത് വളച്ച് ഇങ്ങനെ എടുത്തു. എന്നിട്ട് അത് എത്രയാണെന്ന് അറിയില്ല കേട്ടോ, വളച്ചത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചപ്പോ ഇത് എത്ര ഡിഗ്രിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ഈ ഭാഗം നമുക്ക് തന്നിട്ടുണ്ട് 110 ആണെന്ന്, ഇത് 1/10 ആണെന്ന്. ഇത് 1/10 ആണെങ്കിൽ ഇത് എത്രയാണ്? 360ന്റെ 1/10 ഭാഗം കണ്ടു നമ്മൾ 36 അല്ലെ? ഇത് 36 കിട്ടി. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ കമ്പി കഷ്ണം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വെച്ചപ്പോ ഈ 36 ഇവിടെ ആയി പോയത്. ഈ 36 ഇവിടെ ആണെങ്കിൽ ഇത് എത്ര ഭാഗം ഉണ്ട് എന്ന്, സർക്കിളിന്റെ എത്ര ഭാഗം ഇതിന്റെ ഉള്ളിൽ പെട്ടു എന്ന് അറിയാനായിട്ട് 36ന്റെ സെന്റർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 72. ഈ 360 ഇവിടെ ടോട്ടൽ. അതിന്റെ എത്ര ഭാഗമാണ് 72 നോക്കിയാൽ ആ ഭാഗമായിരിക്കും ഇത് സർക്കിളിന്റെ അല്ലെ? അപ്പൊ 360ന്റെ എത്ര ഭാഗമാണ് 72 എന്ന് കാണാൻ നമ്മൾ 72/360. Then it is 1/5. അപ്പൊ ഈ ഉള്ളിൽ പെട്ടിരിക്കുന്നത് എത്രയാണ്? 1/5 ഭാഗം. അപ്പൊ എല്ലാവർക്കും കണക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ.